ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇറാന്റെ ചെറിയ അന്തർവാഹിനികൾ എത്രത്തോളം യുദ്ധവുമായി ബന്ധപ്പെട്ട് സാന്നിധ്യം വഹിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മസ്കിറ്റോ ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന ഇറാന്റെ കൊതുകുപടയെ വല്ലാതെ പ്രശംസിച്ച് രംഗത്ത് വന്നത്. നാവികസേന ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് റഷ്യയും ഇത്തരത്തിൽ മസ്കിറ്റോ ഫ്ലീറ്റുകൾ വികസിപ്പിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ പ്രസ്താവന ഇറക്കിയത്. ചെറിയ യുദ്ധക്കപ്പലുകളുടെ നിരയാണ് ഈ മസ്കിറ്റോ ഫ്ലീറ്റുകൾ. നമുക്കറിയാം, ഇത് ആഗോളതലത്തിൽ വലിയ ശ്രദ്ധയാകർഷിച്ച ഒന്നാണ്. മസ്കിറ്റോ ഫ്ലീറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ യുദ്ധമുഖത്ത് കാര്യക്ഷമമായുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് യുദ്ധത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഗതി അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഇറാൻ്റെ മസ്കിറ്റോ ഫ്ലീറ്റിനെ ഈ നിലയിൽ ഏകദേശം 20 ഗാദർ ക്ലാസ് മിഡ്ജറ്റ് അന്തർവാഹിനികൾ, ചെറിയ അന്തർവാഹിനികളുണ്ട്, ആയിരക്കണക്കിന് അതിവേഗ മിസൈൽ ആക്രമണ ബോട്ടുകളുണ്ട്, ഭാരം കുറഞ്ഞതും വേഗത്തിൽ നീങ്ങാൻ കഴിയുന്നതുമായ കപ്പലുകളുണ്ട്. ഇതൊക്കെ ഈ ഹോർമുസ് കടലിടുക്കിലെ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്തൊക്കെ തുരങ്കങ്ങൾക്കുള്ളിൽ ഒളിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതായത് ഇറാൻ്റെ ഭൂപ്രകൃതിയൊക്കെ വെച്ചിട്ട് അവർക്ക് അമേരിക്കയ്ക്ക് കടന്നുചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇവരെത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആയുധങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയെ ഇവയെ നശിപ്പിക്കുക പ്രയാസകരമാണ് എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. അമേരിക്കയെ പോലെ ശക്തമായ നാവികസേന ഇറാനില്ല. പക്ഷേ കടലിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തന്ത്രപരമായി അവർ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് ഇത്തരം മസ്കിറ്റോ ഫ്ലീറ്റുകൾ. വലിയ യുദ്ധക്കപ്പലുകൾക്ക് പകരം ഇത്തരം ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ അവരുടെ പ്രതിരോധം തീർക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രവർത്തിപ്പിക്കുന്ന ഈ ബോട്ടുകൾക്ക് താരതമ്യേന ചെലവ് വളരെ കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മാത്രമല്ല ഇവയെ കണ്ടെത്തുക ഏറ്റവും പ്രയാസകരമായ ഒന്നാണ്. ഒറ്റനോട്ടത്തിൽ ഇവ വലിയ ഭീഷണിയായി തോന്നില്ലെങ്കിലും ഡസൻ കണക്കിന് ബോട്ടുകൾ ഒത്തുചേർന്ന് വലിയ എണ്ണ ടാങ്കറുകളെയോ നാവികസേന കപ്പലുകളെയോ വളയാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ആക്രമിക്കാൻ ശേഷിയുള്ളതുകൊണ്ടാണ് ഇവയെ മസ്കിറ്റോ ഫ്ലീറ്റുകൾ അല്ലെങ്കിൽ കൊതു കപ്പൽ കൂട്ടങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്. ഇവയ്ക്ക് വലിയ ശല്യമായി മാറാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പെൻറ്റഗണൊക്കെ ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ട്. കാരണം അമേരിക്കയിൽ നിന്ന് കനത്ത സൈനിക തിരിച്ചടികൾ നേരിട്ടുണ്ടെങ്കിലും ആഗോള എണ്ണ വിതരണം തടസ്സപ്പെടുത്താനുള്ള ശേഷി ഇറാൻ ഉണ്ടാകുന്നത് ഇത്തരം മസ്കിറ്റോ ഫ്ലീറ്റുകളുടെ സാന്നിധ്യം കൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ആഗോള എണ്ണ വിതരണത്തിലെ സുപ്രധാന പാതയായ ഈ ഹോർമുസ് കടലിടുക്കടക്കം ഇറാൻ തടസ്സപ്പെടുത്തിയിരിക്കുന്നതും ഇതുകൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. 158 കപ്പലുകൾ ഉൾപ്പെടെ ടെഹ്റാൻ്റെ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും സൈനിക താവളങ്ങളും തകർത്ത ആക്രമണങ്ങൾക്ക് ശേഷം ഇറാൻ്റെ നാവികസേനയെ അമേരിക്ക എങ്ങനെ പരാജയപ്പെടുത്തുന്നു എന്നുള്ളതിന് ഏറ്റവും പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം മസ്കിറ്റോ ഫ്ലീറ്റുകളാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചിടാൻ ഇറാന് സാധിക്കുന്നതും ഇതിൻ്റെ ഭാഗമായാണ്. അങ്ങനെ യു എസിൻ്റെ ആക്രമണങ്ങൾക്ക് ശേഷവും ഇത്തരം ചെറിയ ബോട്ടുകൾക്ക് പകരം സംവിധാനങ്ങൾ ഒരുക്കുക എളുപ്പമാണ്. മാത്രമല്ല അവയ്ക്ക് തുടർന്ന് പ്രവർത്തിക്കാനും സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. ഈ യുദ്ധം യഥാർത്ഥത്തിൽ വലിയ കപ്പലുകളുമായി ബന്ധപ്പെട്ടായിരുന്നില്ല, കൂട്ടമായി ആക്രമിക്കുന്ന ചെറിയ ബോട്ടുകളെക്കുറിച്ചുള്ളതായിരുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഈ സംവിധാനമാണ് ഇറാനെ ഏറ്റവും അധികം യുദ്ധമുഖത്ത് തലയുയർത്തി നിൽക്കാൻ അനുവദിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്തരത്തിൽ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിലൂടെ ഇറാന് അമേരിക്കയെ പ്രതിരോധിക്കാൻ സാധിക്കുന്നു. അമേരിക്കയ്ക്ക് ഈ ബോട്ടുകളെ തകർക്കാൻ സാധിക്കുന്നില്ല. ചെലവ് കുറവാണ്. അവരുടെ ആക്രമണ ശേഷി 10 മടങ്ങാണ്. അങ്ങനെ ഇറാൻ 2 തരം നാവികസേനയുണ്ട്. നമുക്കറിയാം ഇറാനിലുണ്ട്. അത് ഒന്ന് ഈ വലിയ കപ്പലുകളുള്ള പരമ്പരാഗത നാവികസേന, ഇവയിൽ പലതും US ആക്രമണത്തിൽ തകരുന്ന പശ്ചാത്തലമുണ്ടായി. രണ്ടാമത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ്. അവർ നിയന്ത്രിക്കുന്നതാണ് ഈ വലിപ്പം കുറഞ്ഞതും ആക്രമണകാരികളുമായ ഇത്തരം ബോട്ടുകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ആയിരക്കണക്കിന് ബോട്ടുകളുണ്ട്, റോക്കറ്റുകളുണ്ട്, വിപുലമായ സംവിധാനങ്ങളുണ്ട്, ചെലവ് കുറഞ്ഞതാണ്. ഏതാനും ഡ്രോണുകൾക്കും ചെറിയ ബോട്ടുകൾക്കും പോലും എണ്ണ ടാങ്കറുകളെ ഭയപ്പെടുത്താൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. നിരവധി ആക്രമണങ്ങൾ സംഭവിക്കുന്നത് അങ്ങനെയാണോ? അങ്ങനെ ആഗോള വിപണിയെ മൊത്തം നിയന്ത്രിക്കാനുള്ള ഈ കഴിവ് ഉപയോഗിച്ചാണ് ഇറാൻ തങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ മസ്കിറ്റോ ബോട്ടുകൾ, അതായത് ഈ കൊതുകു പടകൾ വളരെ പ്രധാനമായും ഒരു യുദ്ധതന്ത്രത്ത് വലിയ ആയുധമുഖമായി ഇറാൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം ഒരുങ്ങി വരുന്നതും പ്രധാനമാണ്. അവയെ എങ്ങനെ തടയാം എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ള വലിയ തലവേദന. അതൊരു തരത്തിലും സാധിക്കുന്നില്ല. പ്രത്യേകിച്ചും അതിൽ ഗറില്ല യുദ്ധമുറ, ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇവ പ്രത്യക്ഷപ്പെടുകയും പെട്ടെന്നുള്ള ആക്രമണങ്ങൾ നടത്തി മടങ്ങുകയും ചെയ്യുന്ന സംവിധാനമാണിവ. അത് കടലിൽ അത് കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതോടുകൂടി പല രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്താനും അമേരിക്കയുടെ വലിയ ശക്തികളെ പോലും ഇല്ലാതാക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഏകദേശം 50,000-ഓളം ഉദ്യോഗസ്ഥരുള്ള IRGCയുടെ നേവി ഗൾഫ് മേഖലയിലെ വിവിധ
ഭാഗങ്ങളിലും നിരവധി ദ്വീപുകളിലും താവളങ്ങളിലും പ്രവർത്തിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇവരാണ് ഇപ്പോൾ ഇത്തരത്തിൽ ലോകക്രമത്തെ നിയന്ത്രിക്കുന്നത് എന്നത് പ്രധാനമാണ്. കാരണം അമേരിക്കയ്ക്ക് കയറി ചെല്ലാൻ പറ്റാത്ത പല മേഖലകളിലും ഇവരുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഏതായാലും ഇനിയിപ്പോൾ ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള തലവേദനയിലാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയും ഇസ്രായേലും ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.